എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫുൾ ഫർണിച്ചറോട് കൂടിയ ഒരു പുതുപുത്തൻ വീടാണ്. പാലാ ടൗണിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം മാറി പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട്. 9.25 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട്ടിൽ 2200 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. 4 ബെഡ്റൂമുകളുള്ള മനോഹരമായ 2 നില വീടാണിത്. ഒരു പുതുപുത്തൻ വീട്. ഇതിൽ മുഴുവൻ കട്ടൻസും അതുപോലെ ഫർണിച്ചർ മുഴുവൻ ചെയ്തിരിക്കുന്നു. 4 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. 2 ബാത്റൂമുകളുടെ പാർട്ടീഷൻ കൂടി ചെയ്തിരിക്കുന്നു. നല്ല പ്രീമിയം ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണിത്. പറ്റാത്ത കിണറുകളുടെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മുറ്റമുള്ള ലാൻഡ്സ്കേപ്പ് ഇത് ഭംഗിയാക്കിയിരിക്കുന്ന നല്ലൊരു സൂപ്പർ ക്വാളിറ്റി വീട്. മോഡർ കിച്ചണൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയേറിയ ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്ന മനോഹരമായ വീട്. ഈ ഒരു വീടിന് ചോദിക്കുന്ന വില 88 ലക്ഷം രൂപ മാത്രമാണ്. വില നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീടിന്റെ വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. മോഡേൺ സ്റ്റൈലിലുള്ള ഒരു മനോഹരമായ 2 നില വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പാലാ ടൗണിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം മാറി മുനിസിപ്പൽ റോഡിന് സമീപമുള്ള മനോഹരമായ പ്രോപ്പർട്ടി. നല്ലൊരു ഹൈ ക്ലാസ് ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന 2200 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള മനോഹരമായ വീടാണിത്. വീടിൻ്റെ മുൻപിലൂടെ ടാർ റോഡാണ് കടന്നു പോകുന്നത്. നല്ല മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്. കോമ്പൗണ്ടെല്ലാം കെട്ടി ഗേറ്റെല്ലാം വെച്ചിരിക്കുന്നു. മുൻഭാഗത്ത് നല്ല ക്ലാഡിങ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്ന വീടാണ്. വീതിയൊരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ ബാഗി ഗ്രാസൊക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. ഗേറ്റിന് നേരെ മുൻഭാഗത്തായിട്ട് വലിയൊരു കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. ഏത് വലിയ വാഹനങ്ങളും നമുക്ക് ഈസിയായിട്ട് പാർക്ക് ചെയ്യാനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. സൈഡുകളിലും 1-2 വണ്ടി കൂടി പാർക്ക് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തായി ടഫൻഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. അകത്തൊരു കോർട്ട്യാർഡ് കൂടി ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. മുറ്റമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ഈ വീടിൻ്റെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് നല്ലൊരു ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. പല വൃക്ഷങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ഇവിടെ വന്നിരിക്കുന്നു. കിണർ വെള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. പറ്റാത്ത കിണർ വെള്ളമുണ്ട്. കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം നമുക്ക് ഈ വീടിൻ്റെ സൈഡിൽ തന്നെയുണ്ട്. 9.25 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. ഫുൾ ഫർണിഷ്ഡ് വീടാണ് ഈ കാണുന്നത്. നമ്മുടെ മെയിൻ ഡോറ് കടന്നകത്തേക്ക് കയറി കഴിഞ്ഞാൽ നേരെ മുൻഭാഗത്തേക്ക് ഡൈനിങ് ഏരിയ. ഈ ഭാഗത്താണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ്. ഫർണിച്ചർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർട്ടൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BLDC ഫാനുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭിത്തിയിലായിട്ട് വലിയൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഏത് വലിയ TV നമുക്ക് വെക്കാവുന്ന പോലെ ഭംഗിയായിട്ടൊരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിവശത്ത് സെറ്റപ്പ് ബോക്സുകളൊക്കെ വെക്കാനുള്ള ബോക്സുകൾ കൂടി കൊടുത്തിരിക്കുന്നു. മെയിൻ ഡോറിൻ്റെ വലതുവശത്തായിട്ട് ഇവിടെ ഒരു കോർട്ട്യാർഡ് കാണാൻ പറ്റും. ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു പർഗോള കൂടി കൊടുത്തിരിക്കുന്നു. അവിടെ ഗ്ലാസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിലൊക്കെ നല്ല ടെക്സ്ചർ വർക്കുകൾ, ക്ലാഡിങ് വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെയും ഫർണിച്ചറെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ. ഒരു സൈഡിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് എലഗൻ്റായിട്ട് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്കുകളാണ്. ഇവിടെ നമ്മുടെ വാഷ് കൗണ്ടർ കാണാം. ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ കാണാം. അതോടൊപ്പം തന്നെ സൈഡുകളിൽ കബോർഡുകൾ കൂടി ചെയ്തിരിക്കുന്നു. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിവശത്ത് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു. എല്ലാ വിൻഡോസിനും കർട്ടൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇടതും വലതുമായിട്ട് 2 ബെഡ്റൂമുകൾ വരുന്നു. എല്ലാ ബെഡ്റൂമിലും 3 ബെഡ്റൂമുകളിൽ കട്ടിലും ബെഡും എല്ലാം കൊടുത്തിരിക്കുന്നു. എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. അതുപോലെ എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ ഭംഗിയായിട്ട് കബോർഡുകൾ കൂടി ചെയ്തിരിക്കുന്നു. ഈ ഒരു ബാത്റൂമിൽ പാർട്ടീഷൻ കൂടി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുകളിലത്തെ ഒരു ബാത്റൂമിലും ഇതുപോലെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ടൈൽസ് എല്ലാം കൊടുത്തിരിക്കുന്നു. ബ്രാൻഡഡ് ഫിറ്റിങ്സ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. തേക്കിൻ തടിയിൽ ചെയ്തിരിക്കുന്ന വലിയൊരു ഡബിൾ കോട്ട് കട്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ, ഫാനുകൾ, ലൈറ്റുകൾ എല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് നമ്മുടെ ബാത്റൂം വന്നിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ടൈൽസൊക്കെ കൊടുത്തിരിക്കുന്നു. സോളാറുള്ള സൗകര്യങ്ങളും അതുപോലെ ഗീസറിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. 2ാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്താണ് പോകുന്നത്.
3 ഫേസ് വയറിംഗ് ആണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും AC-യുടെ പോയിന്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വിശാലമായ കിച്ചൺ വന്നിരിക്കുന്നത്. നല്ല ഫ്ലോറിംഗ് ആണ് ഈ വീടിന് മൊത്തം കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമേറിയ ഒരു കിച്ചണാണ്. ഒരു മോഡുലാർ കിച്ചൺ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയും സൈഡുകളെല്ലാം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തും ഒരു സ്റ്റോർ റൂമിൻ്റെ സൗകര്യത്തോടു കൂടിയ കബോർഡുകൾ നൽകിയിരിക്കുന്നു. പുറത്തേക്കുള്ള ഡോർ ഈ ഒരു ഭാഗത്തു നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2ാം നിലയിലേക്ക് കൂടി ഒന്ന് പോകാം. സ്റ്റെയർ കേസിൻ്റെ പടികൾ മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. സൈഡുകളിൽ ടഫിൻ്റെ ഗ്ലാസും അതുപോലെ തന്നെ കൈപ്പിടിയായിട്ട് തേക്ക് തടിയിലാണ് ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. മുകൾ വശത്ത് നല്ല സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വലിയ പർഗോള കാണാം. ഇവിടെയും താഴത്തെ പോലെ തന്നെ 2 ബെഡ്റൂമുകൾ കാണാം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. വലിയ ജനലുകളാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ഡോറുകളെല്ലാം തേക്കിൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ പോലെ ഇവിടെയും ബാത്റൂമിൽ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൽ മാത്രം ഫർണിച്ചർ ഇട്ടിട്ടില്ല. നമുക്ക് സ്വന്തമായിട്ട് ഫർണിച്ചർ ഇടാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളും വാർഡ്രോബുകളും എല്ലാം ചെയ്തിരിക്കുന്നു. ഒരു പ്രീമിയം ഫിനിഷിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ വീടാണ്. പാല ടൗണിലേക്ക് കഷ്ടിച്ച് 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ആരാധനാലയങ്ങളിലേക്കൊക്കെ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ബാൽക്കണി. അതുപോലെ ഇവിടെ ഒരു ഓപ്പൺ ടെറസ്, അതുകൂടി ടൈൽസൊക്കെ ഇട്ട് എപ്പോക്സി വർക്ക് ചെയ്തിരിക്കുന്നു. വീടിൻ്റെ സൈഡിലുള്ള ഒരു ടെറസാണിത്. നമുക്കിവിടെ റൂഫ് വർക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ടെറസായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്പേസ് ഇവിടെ വന്നിരിക്കുന്നു. വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാല ടൗണിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മുനിസിപ്പൽ റോഡ് ഫ്രണ്ടിലിരിക്കുന്ന മനോഹരമായ വീടാണിത്. 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു മനോഹരമായ വീട്ടിൽ 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെ ഉണ്ട്. എല്ലാ ബെഡ്റൂമുകളും കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫുൾ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. പുതുപുത്തൻ വീട് തന്നെയാണ്. 9.3 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ്. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന വീട്. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. പറ്റാത്ത കിണറുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലൊക്കെ ചെയ്തിരിക്കുന്ന മനോഹരമായ വീട്. അത് നല്ല മനോഹരമായ ഇന്റീരിയറൊക്കെയാണ് വീട് നൽകിയിരിക്കുന്നത്. ചോദിക്കുന്ന വില 88 ലക്ഷം രൂപ മാത്രമാണ്. വില നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഈ വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് ലൊക്കേഷനൊക്കെ ബോധ്യപ്പെട്ട് ലോൺ സൗകര്യങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. വീഡിയോയുടെ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.